നമ്മുടെ അരികിത്ര ഉപയോഗത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇ ജോസഫ് സാറ്, സെക്രട്ടറി ബഹുമാനപ്പെട്ട എം മാത്യു സാറ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെ എനിക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ഹൃദയനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 3 വൈദികരുടെ അസാന്നിധ്യമുള്ളതുകൊണ്ട് 3 ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മേളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് 1 ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. 2 ഈ പ്രധാന ക്ലാസ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ 3ാമത് ഷാജിയച്ചൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്വിസ് മത്സരവും നടത്തണമെന്ന് അച്ഛൻ ഇതിനെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ക്വിസ് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആ സമയത്ത് മതിയാകും. തീർച്ചയായിട്ടും ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ കാത്തു പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത കൃപയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 39 കുടുംബയോഗങ്ങളിലും പങ്കെടുത്ത കുറച്ചു പേരെങ്കിലും എന്റെ മുമ്പിലുണ്ടെന്ന് ഇവിടെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമേ കാണുകയുള്ളൂ ആദ്യമായിട്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ 39 വർഷം ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്തവർ വരെയുള്ള ഒരു വലിയ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വരികയും അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും അവസാനം പുറത്തു വന്ന ജനസംഖ്യയുടെ കണക്കുകളനുസരിച്ച് പകുതിയിൽ കൂടുതൽ ആളുകൾ 25 വയസ്സിന് താഴെയുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാനില്ല. 3-2 ആളുകളും 35 വയസ്സിൽ താഴെയുള്ളവരാണ്. അതായത് ഒരു 100 പേരെ എടുത്താലും അതിലൊരു 65 പേരെങ്കിലും 35 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ജനസംഖ്യ അനുസരിച്ച്. കാരണം ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണെന്നും അത്രയും ജനസംഖ്യ കൂടുതൽ കഴിഞ്ഞ ഒരു 10-35 വർഷം കൊണ്ടാണെന്നും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നിട്ടും ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആ ചെറുപ്പക്കാരായ കുട്ടികൾ വളരെയധികം കുറഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്കൊരു ആശങ്ക നൽകുന്നതാണെങ്കിൽ തീർച്ചയായും അത് തുടർന്നുള്ള കാലത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബയോഗം ആദ്യമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് വിഷയമാകണം എന്ന് വിചാരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമുക്കറിയാം, ഈ ഇടവകയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അല്പം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ശബ്ദത്തിൻ്റെതായ പ്രയാസമൊക്കെ കാണും. എന്നാലും പരമാവധി അധികം ദീർഘിപ്പിക്കാതെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. 128 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 128 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇത് ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ദൈവം കാണുക. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യമാണ്, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വഴി പോയി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോയിരിക്കും. യഹോവ മക്കളായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതാണ്. ആ സങ്കീർത്തനത്തിന് ഈ 2 വാക്യങ്ങൾ കൂടെ ഉണ്ട്. മുഴുവനും വായിച്ച് സമയം കളഞ്ഞില്ല എന്ന് വിചാരിച്ചതാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് 128 സങ്കീർത്തനം. നമുക്കറിയാം, നമുക്ക് പെട്ടെന്നൊരു സങ്കീർത്തനം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി എന്താണ്? വേദപുസ്തകത്തിന്റെ നടുക്ക് നിന്ന് ഒന്ന് തുറന്നു അല്ലേ? അങ്ങനെയല്ലേ? സങ്കീർത്തനമാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി തപ്പി പോകേണ്ട കാര്യമില്ല. വേദപുസ്തകം നടുക്കുനിന്ന് ഒന്ന് തുറന്നു പിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് സങ്കീർത്തനമാണ്. അപ്പോൾ അങ്ങനെ നടുക്കുനിന്ന് തുറന്ന് വായിച്ച ശീലമുള്ളവർക്ക് ഏതാണ്ട് മറ്റു ഭാഗത്തുള്ള ഒരു സങ്കീർത്തനമാണ് ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവിചാരിതമായെങ്കിലും പലതവണ ഈ സങ്കീർത്തനം നാം വായിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാരണം, ഇതൊരു ചെറിയ സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിൽ ചെറുതും വലുതുമായ പല സങ്കീർത്തനങ്ങളുണ്ടെങ്കിലും ഇത് 6 വാക്യങ്ങൾ മാത്രമല്ല, ഒരു ചെറിയ സങ്കീർത്തനമായതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വായിക്കാൻ സാധ്യതയുള്ള ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ഈ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നതിൽ കുടുംബത്തെ പറ്റി മനോഹരമായ ഒരു വർണ്ണനയുള്ള ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തലക്കെട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്:
ആരോഹണ ഗീതം. ആരോഹണ ഗീതം എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ടാണ് ഈ പറയുന്ന സംഗതി പറയുന്നത്. എന്റെ ക്രിസ്മസിലും ഇത് കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ, എന്നാലും ക്ലാസ്സിനിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഹെഡിങ് ആയിട്ട് ആരോഹണ ഗീതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സങ്കീർത്തനങ്ങളാണെന്ന് അറിയാമോ ഇങ്ങനെ ആരോഹണ ഗീതം? അല്ലെങ്കിൽ എത്ര സങ്കീർത്തനമുണ്ട് ഇങ്ങനെ ആരോഹണ ഗീതം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാം? ഇത്ര സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളിൽ 15 സങ്കീർത്തനങ്ങളിൽ അത് ആരോഹണ ഗീതം എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. 120 മുതൽ 134 വരെയുള്ള അടുപ്പിച്ച് കിടക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഈ 15 ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം ഈ സംഗീതമൊക്കെ പഠിക്കുന്നവർക്ക് ആരോഹണം അവരോഹണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുന്ന അർത്ഥത്തിൽ അതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും കർത്താവിന്റെ സ്വർഗാരോഹണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുക എന്നാണ്. അപ്പൊ ആരോഹണം എന്ന് പറഞ്ഞാൽ കയറ്റമാണ്, അല്ലെങ്കിൽ കയറിപ്പോക്ക്. അപ്പോൾ ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ കയറി പോകുന്ന സമയത്ത് ചൊല്ലുന്ന ഗീതം എന്നാണ് ആരോഹണ ഗീതം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ എവിടേക്ക് കയറി പോകുമ്പോൾ എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം എങ്ങനെയാണ്? യെരൂശലേം ദേവാലയത്തിലേക്ക് യഹൂദന്മാർ പദയാത്രയായി അല്ലെങ്കിൽ പ്രാർത്ഥനയായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവർ പാടിക്കൊണ്ട് പോകുന്ന സങ്കീർത്തനങ്ങളായിരുന്നു ഈ ആരോഹണ ഗീതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം യെരൂശലേം ദേവാലയം ഒരു കുന്നിന്റെ മുകളിലാണ്. അപ്പോൾ ആ കുന്ന് കയറി വേണം യെരൂശലേം ദേവാലയത്തിലേക്ക് പോകാൻ. അപ്പൊ ആ കുന്നിലേക്ക് നടന്നു കയറുന്ന സമയത്ത് യഹൂദന്മാർ ചൊല്ലിക്കൊണ്ടിരുന്ന ഗീതങ്ങളായിരുന്നു ഈ ആരോഹണ ഗീതങ്ങളെന്ന് പിന്നീട് പറയപ്പെട്ടിരുന്നത്. ചില സങ്കീർത്തനങ്ങളെ അവരോഹണ ഗീതങ്ങളെന്ന് പറയാറുണ്ട്. പക്ഷെ അതിനെ വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല അവരോഹണ ഗീതങ്ങൾ. എന്നാൽ 42, 43 സങ്കീർത്തനങ്ങളൊക്കെ 42 സങ്കീർത്തനം 43 സങ്കീർത്തനമൊക്കെ അവരോഹണ ഗീതങ്ങളാണെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ത് തന്നെ ആയാലും ഞാനിപ്പോൾ വായിച്ച ഈ വേദഭാഗത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഭാഗ്യാവസ്ഥയെ പറ്റിയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞു വരും. ഒരു മനുഷ്യൻ ഒരു കുതിരയെ വാങ്ങിയ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ മനുഷ്യനൊരു നല്ല പുഷ്ടിയുള്ള ഒരു കുതിരയെ വാങ്ങി. അപ്പോൾ ആ കുതിര ഒരു ദിവസം ഈ മനുഷ്യൻ കെട്ടൽപ്പം അയഞ്ഞു കിടന്നുകൊണ്ട് കുതിരയെ ഓടിപ്പോയി. അപ്പോൾ കുതിരയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ കടന്നു പറഞ്ഞു വളരെ നിർഭാഗ്യവാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുതിര ഓടിപ്പോയി. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുതിര കാട്ടിൽ നിന്ന് ഒരു 3-4 കുതിരകളെ കൂടെ കൊണ്ടുവന്നു. പിന്നെ കുതിര കാട്ടിലേക്കാണ് ഓടിപ്പോയത്. തിരികെ ആ ഒരാഴ്ച കൊണ്ട് കൂട്ട് കിട്ടിയ കുറച്ച് കുതിരകളെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുതിര പോയ മനുഷ്യന് ആ കുതിരയെ കൂടെ ചേർത്ത് 4 കുതിര തിരിച്ചു കിട്ടി. അപ്പോൾ ആളുകൾ പറഞ്ഞു ഭാഗ്യവാനായ മനുഷ്യൻ, ജീവിതത്തിൽ വളരെ ഭാഗ്യമില്ല. കുറച്ച് മുമ്പോട്ട് പോയ സമയത്ത് ഇങ്ങനെ കാട്ടിൽ നിന്ന് വന്ന കുതിര ഒരിക്കൽ ഈ മനുഷ്യനെ ചവിട്ടുകയും അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി അദ്ദേഹം കാലൊടുങ്ങി കിടക്കുകയും ചെയ്തു. അപ്പോൾ ആളുകൾ പറഞ്ഞു നിർഭാഗ്യവാനായ മനുഷ്യൻ, കാരണം അപകടം പറ്റി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. യുദ്ധം നടക്കുന്നത് കൊണ്ട് ആരോഗ്യമുള്ള എല്ലാ മനുഷ്യരും അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു കിടന്നതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞു ഭാഗ്യമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് ചെറിയ പരിക്ക് പറ്റിയതുകൊണ്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഈ കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. അത് ഒരുപക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഭാഗ്യം എപ്പോഴും ആകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ യഹോവയെ ഭയപ്പെടുകയും യഹോവ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. യഹോവയുടെ വഴികളിൽ നടക്കുക. യഹോവയുടെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ് യഹോവയുടെ വഴി? ഇപ്പോൾ നമ്മളിപ്പം കുടുംബയോഗത്തിൽ സ്ഥിരമായിട്ട് ഈ പള്ളിയിൽ വന്ന് പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാവുന്ന പോലെ ചെന്നിട്ട് ഒരാളോട് ചോദിക്കും, ഇന്നിടത്തോടുള്ള വഴി ഏതാണ്, അല്ലെങ്കിൽ മാത്തൂരോട്ട് പോകുന്ന വഴി ഏതാണ്, പത്തനംതിട്ടയിലോട്ട് പോകുന്ന വഴി ഏതാണ്, അല്ലെങ്കിൽ മൈലപ്പുറയിലോട്ട് പോകുന്ന വഴി ഏതാണ്. ഇവിടെ പറയുന്ന യഹോവയുടെ വഴികളിൽ നടക്കണം. അപ്പൊ യഹോവയ്ക്ക് അങ്ങനെ വഴിയുണ്ട്.
അല്ലെങ്കിൽ യഹോവയിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ടോ, അല്ലെങ്കിൽ യഹോവയുടെ വഴിയുണ്ടോ? അപ്പോൾ അതൊരു നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമായിട്ട് കിടക്കും. പക്ഷേ സങ്കീർത്തനത്തിൽ തന്നെ 25-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ വഴികളൊക്കെയും ദയയും സത്യവുമാണ്. യഹോവയുടെ വഴി ദയയും സത്യവുമാകുന്നുവെന്ന് 25-ാം സങ്കീർത്തനത്തിൽ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ യഹോവയുടെ വഴിയിൽ നടക്കുന്നവരാണ് ഭാഗ്യവാൻ. ആരാണ് യഹോവയുടെ വഴിയിൽ നടക്കുന്നവർ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ കരുണയും ദയയും ഉള്ളവരാണ് യഹോവയുടെ വഴിയിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള ഒന്നാമത്തെ ചിന്തയും അതാണ്, നാം യഹോവയുടെ വഴിയിൽ നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ കരുണയും ദയയും ഉണ്ടോ എന്ന് ചിന്തിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ അമ്മച്ചൊക്കെ ഉള്ള സമയത്ത് ഉച്ച സമയത്തൊക്കെ ആര് വഴിയിൽ കൂടെ കടന്നു വന്നാലും അല്പനേരം ഒന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ ഉടനെ ചോദിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് എന്റെ മുമ്പിൽ പ്രായമായവർക്ക് ഞാൻ ഇതൊന്നും പറയാതെ തന്നെ വളരെ സുപരിചിതമായി അവരുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് കരുണ കാണിക്കുക, ദയ കാണിക്കുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക. നമുക്കറിയാം, നമ്മൾ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രായമുള്ള ഒരാൾ കടന്നു വന്നാൽ ഉടൻ തന്നെ എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു രീതി, അതൊരു ജീവിതചര്യയായി തന്നെ നമ്മുടെ ഇടയിലുണ്ടായി. പക്ഷെ ഇന്ന് ഒരു വയ്യാത്ത ഒരു ആളോ ഉള്ളവരൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലം കുറവാണ്. പക്ഷെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു അമ്മ കടന്നു വന്നാൽ പോലും ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുവാൻ മനസ്സില്ലാത്ത രീതി. എന്തിനേറെ പറയുന്നു, നമുക്കറിയാം, നമ്മളൊരു ബസ്സിന് കൈ കാണിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ സാധാരണ ബസ് നിർത്താത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കൈ കാണിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ കൈ കാണിക്കുന്നിടത്ത് ബസ് നിർത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ ബസ്സുകാരൻ സാധാരണ നിർത്താത്ത എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന നമ്മളെന്ന് വിചാരിക്കും, ഇയാൾക്ക് പോലെ പണിയൊന്നുമില്ല, ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ വേണ്ടി നിർത്തുന്നതിനാണ് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളാണ് കൈ കാണിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇത് സ്റ്റോപ്പില്ലാത്തടത്ത് നിർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം മാറുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. ഈ കുട്ടികളോടൊക്കെ ഇടപെട്ട് നിൽക്കുന്നത് കൊണ്ട് സാധാരണ ഈ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ വന്ന് ചോദിക്കും, ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയും. അപ്പൊ നമുക്കറിയാം, പരീക്ഷയ്ക്ക് നമുക്കൊരിക്കലും മുഴുവൻ ചോദ്യങ്ങളും അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ പ്രധാനമായി പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. മുഴുവൻ ചോദ്യവും പറഞ്ഞു കൊടുത്താൽ അതിനർത്ഥം ചോദ്യപേപ്പർ പുറത്തായെന്ന്. ഇപ്പോഴൊന്നും അങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാറില്ലല്ലോ. പണ്ട് നമുക്കറിയാം, ഇപ്പൊ ഞാനൊക്കെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും എന്റെ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും ഒരു പരീക്ഷ ഇങ്ങനെ ചോദ്യപേപ്പർ പുറത്തായതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ കാലത്തിൽ ഭയങ്കര സ്ഥിരമായ സംഭവമായിരുന്നു. എല്ലാ വർഷവും ഇപ്പൊ നമ്മൾ പരീക്ഷയാകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും ഒരു ചോദ്യം, പ്രത്യേകിച്ച് കണക്കിന്റെ പരീക്ഷയൊക്കെ ആണെങ്കിൽ ചോദ്യപേപ്പർ ഒന്ന് പുറത്താവണേ. കാരണം പരീക്ഷ മാറ്റി വെച്ചാൽ പിന്നെ ഒരു 2-3 ആഴ്ചയും കൂടെ പഠിക്കാൻ കഴിയും. അപ്പോൾ ചോദ്യപേപ്പർ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുന്ന കുട്ടി അത് മുഴുവൻ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കും എന്നതുകൊണ്ടാണ് ഈ ചോദ്യപേപ്പർ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ നടത്താത്തത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ പുറത്ത് വന്നിട്ടും അത് പഠിക്കാനോ അതിനനുസരിച്ച് പരീക്ഷ എഴുതാനോ സാധിക്കാതെ പോയാൽ ആ കുട്ടി എന്ത് വിളിക്കണം? ഞാനത് എന്തിനാണ് ഇപ്പോൾ പറയുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം, കർത്താവ് രണ്ടാമത് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് അവൻ നേരത്തെ പറഞ്ഞു തന്നിട്ടാണ് പോയത്. രണ്ടാമത് അവൻ വരുന്ന സമയത്ത് എന്താണ് ചോദിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടാണ് പോയത്. എന്നിട്ടും അതിനൊരു ഉത്തരം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. നമുക്കറിയാം, ചില ആളുകൾ നമുക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഉള്ളതാണെന്ന് അറിയുന്നില്ല. ഞാൻ മറ്റു ചിലരോട് പറയുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, കർത്താവ് എപ്പോഴാണ് ഞങ്ങൾ നിനക്കിതൊക്കെ ചെയ്തത്? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഈ ചെറിയ വിരലുകൾ ഒരുവൻ ചെയ്തു നോക്കി എനിക്കാണെന്ന് ചെയ്തത്. പ്രിയമുള്ളവരെ, കർത്താവ് കൃത്യമായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ ആരുമില്ലാത്തവനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടോ, നിങ്ങൾ എന്നെ സഹായിച്ചു. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദയയും സത്യവും ഉള്ളവരായിരിക്കുന്നവർക്കാണ് കർത്താവ് നീതിമാനാകുന്നത്. ദയായിരിക്കുക എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ ഒരു ക്ഷമയുടെ ഒരു അംശം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു പരിചയത്തിൽ തന്നെയുള്ള ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, വെച്ചാ ഞാൻ എൻ്റെ ആങ്ങളെയുമായിട്ട് കുറച്ച് നാളായിട്ട് സംസാരിക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് സംസാരിച്ച് ആങ്ങളെയുമായിട്ടുള്ള പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്നുണ്ട്. അപ്പൊ അച്ഛൻ കൂടെ എൻ്റെ കൂടെ വരണം. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ വരുന്നില്ല, അമ്മച്ചിയുടെ മോനെയും കൂടെ കൂട്ടും. അപ്പൊ അമ്മച്ചിയുടെ ഇളയ മോനെയും കൂടെ എൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ ആ ഇളയ മോനെ ഏകദേശം ഒരു 10-43 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും അമ്മച്ചിയുടെ ഇളയ മോനും കൂടെ ചേർന്ന് ഇതുപോലെ ആ അമ്മച്ചിയുടെ ആങ്ങളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അല്പം സന്ധ്യയൊക്കെ ആവാറായ സമയമാണ്. പെട്ടെന്ന് ഞങ്ങൾ കയറി വന്നപ്പോ ഈ അപ്പച്ചന് ഈ ആളെ മനസ്സിലായി. കുറച്ചങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് പെങ്ങളാണ്. പെട്ടെന്ന് തന്നെ അപ്പച്ചൻ ദേഷ്യപ്പെട്ടു, നീ എന്തിനാണ് ഇപ്പൊ കയറി വന്നത്, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈലന്റ്. അപ്പച്ചനെയൊക്കെ ഒന്ന് ശാന്തമാക്കി അകത്ത് ഒന്ന് കാമാക്കി കഴിഞ്ഞ സമയത്ത് ഈ അപ്പച്ചൻ പറയുകയാണ്, അച്ഛാ ഒരു കാര്യം അറിയോ, 1984 ജൂൺ മാസം 15-ാം തീയതിയാണ് ഇവിടെ അവസാനമായിട്ട് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കൂട്ടി നോക്കിയപ്പോ ഏതാണ്ട് 40 വർഷമുണ്ട്. അപ്പൊ ഞാനിത് കഴിഞ്ഞ ആഴ്ചയുള്ള ഏതാണ്ട് പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ അവിടെ ചെന്ന് കൂട്ടി നോക്കിയപ്പം 40 വർഷം ആയിട്ടുള്ള ഒരു പ്രശ്നമായി. കൂടെ വന്ന അമ്മച്ചിയുടെ ഇളയ മോന് 43 വയസ്സേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന സമയത്ത് ഇതൊരു നിസ്സാര പ്രശ്നമാണ്. അത് നമുക്കറിയാം, ഈ കൂടുതലും പ്രായമൊക്കെ ആയവരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ മക്കളുടെയൊക്കെ കല്യാണം വിളിക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ പോകുമല്ലോ. അപ്പോൾ അതുപോലെ ഈ അമ്മച്ചിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ്, അമ്മച്ചിയെ കെട്ടിച്ചു വിട്ടതാണ്. ഈ അപ്പച്ചന്റെ കല്യാണം അതിന് ശേഷമായിരുന്നു. അപ്പൊ അപ്പച്ചന്റെ കല്യാണം വിളിക്കാനായിട്ട് അന്ന് അപ്പച്ചൻ കല്യാണം കഴിച്ച സമയത്ത്, അതാണ് ഈ 40 വർഷം മുമ്പ്, ഇതുപോലെ ഈ അമ്മച്ചിയെ കെട്ടിച്ചു വിട്ട വീട്ടിൽ വന്ന സമയത്ത് കാര്യമൊക്കെ പറഞ്ഞു, കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് തിരിച്ചുപോയി. വരണമെന്ന് പറയാൻ വിട്ടുപോയി. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. നമ്മൾ ഈ വളരെ പരിചയമുള്ളവരെയും അടുത്ത വീട്ടിലുള്ളവരെയും കല്യാണം വിളിക്കാൻ ചെല്ലുമ്പോഴേ അവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി പോരും. പക്ഷെ നമ്മൾ ചിലപ്പോൾ വരണമെന്ന് പറയാൻ വിട്ടുപോകും. അപ്പോൾ ഈ അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചപ്പോൾ ഈ വരണമെന്ന് പറഞ്ഞു, കാര്യം കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ഇനി പോകുന്നു. ഈ കല്യാണ സമയത്ത് അന്ന് രാവിലെ ഈ അപ്പച്ചൻ, അതായത് ഈ അമ്മച്ചിയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഇപ്പം ജീവനോടില്ല, ഈ അപ്പച്ചൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല. അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ച് നമുക്ക് വേണമെങ്കിൽ തന്നെ പോകാം, അല്ലെങ്കിൽ കാറെടുത്ത് നമുക്ക് തന്നെ ഇറങ്ങാം. ഇനി ഒന്നും നടക്കത്തില്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയുകയെങ്കിലും ചെയ്യും. പക്ഷെ അന്നത്തെ കാലത്തായതുകൊണ്ട് ഇതൊന്നും നടന്നില്ല. പിന്നെ അപ്പച്ചന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ വഴക്കിട്ട് ഇറങ്ങി പോകാൻ അമ്മച്ചിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഈ ആങ്ങളുടെ കല്യാണത്തിന് പോയില്ല. പിന്നീട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ പ്രശ്നം മാറിയില്ല. അങ്ങനെ 40 വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചെന്ന് സംസാരിച്ചത്. അല്പനേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ ഈ അമ്മച്ചിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആങ്ങളെ പെങ്ങളോ, നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. അപ്പൊ പ്രശ്നം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഈ അമ്മച്ചിക്ക് ഏതാണ്ട് ഒരു 75-76 വയസ്സും ഈ അപ്പച്ചൻ ഏതാണ്ട് 80 വയസ്സും. അപ്പോൾ എത്ര നാൾ അവരും ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടും. എത്ര നാൾ ലോകത്തിൽ ജീവിച്ചാലും ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകാനെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അമ്മച്ചിക്ക് ഇങ്ങനൊരു തോന്നലുണ്ടായത്. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, ഇപ്പൊ നമുക്കറിയാം, ചില മനുഷ്യർ ഈ കുടുംബയോഗത്തിനായാലും ചില പ്രാർത്ഥനയോഗങ്ങളിൽ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില വീടുകളിൽ പ്രാർത്ഥന വെക്കുന്ന ചിലർ കരുത്തില്ല. എന്താ കാരണമൊന്നും പറയത്തില്ല, എന്തെങ്കിലും പറയും, ഇതിന്റെ അത്യാവശ്യങ്ങൾ. അപ്പം നമുക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും കരുതാനും ദയ കാണിക്കാനും മനസ്സില്ലാതെ വരുമ്പോഴാണ് ഇവിടെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അപ്പോൾ ആരാണ് യഹോവയെ ഭയപ്പെടേണ്ടത്? ആരാണ് യഹോവയുടെ വഴിയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉള്ളിൽ കരുണയും സത്യവും ഉള്ളവരാണ് യഹോവയുടെ വഴികളിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളൊപ്പം ലഭിക്കുന്ന ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഈ കുടുംബയോഗത്തിൽ നാം കൂടി വരുന്ന സമയത്ത് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും, ഇനി ആരോടെങ്കിലും ഈ കുടുംബത്തിലുള്ളവരാണെങ്കിൽ കൂടി പരസ്പരം എന്തെങ്കിലും വിദ്വേഷമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുവാനുള്ളൊരു ദിവസമായിട്ട് ഇന്നേ ദിവസം എടുക്കണം. ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഇപ്പോൾ ഭാര്യയെ പറ്റി പറയുകയാണ്. ഇപ്പോൾ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. നമുക്കറിയാം മുന്തിരിച്ചെടിയുടെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് മുന്തിരിച്ചെടിയുടെ പ്രത്യേകത? നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പല ചെടികളും കാണും, പലതരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളും ഫലം നൽകുന്ന വൃക്ഷങ്ങളൊക്കെ കാണും. മുന്തിരിച്ചെടി നട്ടു വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്നവരുണ്ട്? ആരെങ്കിലും ഉണ്ട് അല്ലേ? മുന്തിരി വളരാറുണ്ട്. നമ്മള് പലപ്പോഴും നമുക്കറിയാം. മുന്തിരിച്ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
വളരെ സംരക്ഷണം കരുതലും ആവശ്യമുള്ളൊരു ചെടിയാണ് മുന്തിരി ചെടി, അല്ലേ? നമ്മൾ ചുമ്മാ ഒരു ചെടി കൊണ്ടുവന്ന് ഒരു വെയിലത്തോട്ട് നട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്തിരി വളരുകയില്ല. അതിന് കറക്റ്റ് സംരക്ഷണം വേണം, അതിന് കൃത്യമായിട്ട് അതിനുള്ളൊരു താപനില വേണം. ഒരു 24-31 ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലതായിട്ട് മുന്തിരി ചെടി വളരുന്നത്. അപ്പോൾ നല്ല സംരക്ഷണം ആവശ്യമുള്ള ഒരു ചെടിയാണ് മുന്തിരി ചെടി. അതുകൊണ്ട് മുന്തിരിത്തോട്ടം നമുക്കറിയാം. മുന്തിരിത്തോട്ടത്തെ പറ്റി പല പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ഉപമ നിങ്ങൾക്ക് അറിയായിരിക്കും. മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തിവൃക്ഷത്തെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷം, അത്തിമരം നമുക്കറിയാം എവിടെ നട്ടാലും വളർന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് ഒരു അത്തിമരമുണ്ട്. ഉപമ നോക്കിയാണ് അത് ആരും വെള്ളം ഒന്നും ഒഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കൊണ്ട് നട്ടുവെച്ചാൽ മതി, അത് വളർന്നുള്ളൂ. കൂടെ അത്തിമരം എന്ന് പറഞ്ഞാൽ എവിടെ നട്ടാലും വളരുന്ന ഒരു മരമാണ് അത്തിമരം. പക്ഷെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടു എന്ന് പറയുന്ന അർത്ഥം എന്താ? നല്ല സംരക്ഷണവും കരുതലും ആവശ്യമുള്ള ഒരിടത്തേക്ക് അത്തിമരമായി നിന്നെ നട്ടുവെച്ചിരിക്കുകയാണ്. കാരണം ആ നിനക്ക് സംരക്ഷണവും കരുതലും അർഹിക്കുന്നില്ല എങ്കിൽ കൂടി അങ്ങനെ സംരക്ഷണവും കരുതലും നൽകുന്ന ഒരിടത്തേക്ക് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് നിന്നോട് ചോദിക്കുന്നത് നിനക്ക് ഫലം നൽകാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും ആ അത്തിമരത്തിന് ഫലം നൽകാൻ കഴിയുന്നില്ല. പോട്ടെ, അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല കരുതലും സംരക്ഷണവും ആവശ്യമുള്ള ഒരു ചെടിയാണ് മുന്തിരി ചെടി എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം ഭാര്യമാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പലരും ചിന്തിക്കുന്നത് കൊണ്ട് നട്ടാൽ മതി, തന്നെ അങ്ങ് കിളിച്ചോളും, പിന്നെ സംരക്ഷണം ആവശ്യമില്ല, കരുതൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. അപ്പോൾ അങ്ങനെ മുന്തിരിച്ചെടിയായിട്ടാണ് ഇവിടെ ഭാര്യയെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പാനീയമാണ് മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞ് എന്ന് പറയുന്നത്. മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞ് അവർ ഒരു ചടങ്ങുകളിലും അവർക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയ സംഭവം നാം വായിക്കുന്നുണ്ട്. പല കല്യാണങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് നാം. നമുക്കറിയാം, നമുക്ക് ഒരു 18 കൂട്ടം കൂട്ടാനുകളെല്ലാം കൂട്ടിയുള്ള ഒരു സദ്യയിൽ ഒരു ക്യാബേജ് തോരൻ തീർന്നു പോയാൽ ആരെങ്കിലും അറിയും? ആരും അറിയത്തില്ല. ആദ്യത്തെ പന്തിയിൽ വിളമ്പും, രണ്ടാമത്തെ പന്തിയിൽ അത് ചിലപ്പോൾ വിളമ്പത്തില്ല, ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഒരു പ്രധാന വിഭവം, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കനും ആണെന്ന് വിചാരിക്കും. പകുതി പേർക്ക് വിളമ്പി കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി തീർന്നു പോയി, പിന്നെ ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ആളുകൾ ശ്രദ്ധിക്കും, ഒരു പ്രശ്നം ഉണ്ടാകും. ഇത് പറയുന്നത് പോലെയാണ്, വീഞ്ഞ് തീർന്നുപോയി എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതിന്റെ കാരണം അവിടുത്തെ ഒരു പ്രധാന വിഭവം വീഞ്ഞായതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന, കരുതൽ അർഹിക്കുന്ന ഒരു ചെടിയാണ് മുന്തിരി ചെടി. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇവിടെ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ ഇവിടെ കാണുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞു വന്നത് കൃത്യമായിട്ട് കരുതലും സ്നേഹവും കൊടുക്കുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരാളാണ്. 2 ആളുകളെ പറ്റിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വീട് പണിയുന്നവർ എന്ന് പറയുന്നത്. 2 പേരെ പറ്റി വീട് പണിയുന്നവർ എന്ന് പറയുന്നത്. ഒന്ന് യഹോവയാണ്. നമുക്കറിയാം, യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന വേദഭാഗം നാം വായിക്കുന്നു. രണ്ടാമതായിട്ട് സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നു. അപ്പോൾ വീട് പണിയുന്ന ആളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കരുതലും സ്നേഹവും സംരക്ഷണവും ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കുട്ടി എത്ര എന്ന് പറഞ്ഞാലും, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മാനസികമായിട്ട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അവന്റെ അല്ലെങ്കിൽ അവരുടെ അമ്മയെന്ന് പറയുന്നത്. വളരെ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് തോമസ് എന്ന ഒരു ബാലന്റെ കഥയാണ്. തോമസ് എന്നൊരു ബാലന്റെ കഥ. അത് ഇപ്രകാരമാണ് പറയുന്നത്. തോമസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുറിപ്പ് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ഈ തോമസ് ഈ കുറിപ്പ് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് തുറന്ന് വായിക്കുന്നത് ഈ തോമസ് മാറി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അമ്മ ഇത് വായിച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തോമസ് എന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താണ് ഈ കുറിപ്പിൽ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തോമസ് അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. അവന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഞങ്ങൾ അധ്യാപകർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവനെ കുറച്ചുകൂടെ നല്ലൊരു വിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഒരു വിദ്യാലയം നിങ്ങളുടെ പരിസരത്ത് കണ്ടെത്താൻ സാധിക്കുന്ന
പഠിക്കുന്നില്ലെങ്കിൽ അവനെ വീട്ടിലിരുത്തി നന്നായി പഠിപ്പിച്ചാലും മതിയാകും. അപ്പോൾ തോമസിന് സന്തോഷമായി. ഇപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മയെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഞാൻ അങ്ങനെ ഒരു സ്കൂൾ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പൊ അങ്ങനെ അമ്മ കുറെ അന്വേഷിച്ചു. എന്നിട്ട് തോമസിനോട് ഒന്ന് പറഞ്ഞു, മോനെ നമുക്ക് കുറച്ചാൾ വീട്ടിലിരുന്ന് പഠിക്കാം. അങ്ങനെ ഈ തോമസ് എന്ന ബാലനെ അമ്മ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അവൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിച്ച് ലോകം അറിയുന്ന തോമസ് ആൽവ എഡിസൺ ആയിട്ട് മാറി. തോമസ് ആൽവ എഡിസനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതാണ്ട് 1093 പേറ്റന്റുകൾ സ്വന്തമായിട്ടുള്ള നാം ഈ കാണുന്ന ഇലക്ട്രിക് ബൾബ്, ടെലിഗ്രാഫ് മുതലായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ തോമസ് ആൽവ എഡിസൺ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് ഒരു അവസാന കാലത്തിൽ ഈ തോമസ് ആൽവ എഡിസൺ ഈ അമ്മയുടെ പഴയ ഡയറിയിൽ നിന്ന് ഒരു കുറിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പണ്ട് ടീച്ചർ സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ട കുറിപ്പാണ്. അപ്പോൾ അത് അദ്ദേഹം തുറന്നു വായിച്ച സമയത്ത് അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തോമസ് ഒരു മരമണ്ടനാണ്. അവനെ പഠിപ്പിക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് അവനെ പഠിത്തം നിർത്തി വീട്ടിലിരുത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഈ തോമസ് ഈ കുറിപ്പ് വായിച്ചിട്ട് ഒത്തിരി കരയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്: തോമസ് വാസ് എ foolish child, but a great mother turned him into the genius of the century. തോമസ് ഒരു മരമണ്ടനായിരുന്നു, എന്നാൽ സ്നേഹനിധിയായ ഒരു അമ്മ തന്നെ നൂറ്റാണ്ടിന്റെ വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു കുറിപ്പ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അന്ന് വൈകിട്ട് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കും. ഇവിടെ സ്നേഹനിധിയായ ഒരു അമ്മ തോമസ് ആൽവ എഡിസനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയപ്പോൾ ലോകമറിയുന്ന ശാസ്ത്രജ്ഞൻ ആയി മാറിയെങ്കിൽ മറ്റുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. നമുക്കറിയാം, ഒലിവ് തൈകൾ അല്ലെങ്കിൽ ഒലിവെല എന്നതൊന്നും നമുക്കൊരു പക്ഷേ പരിചയമായിരിക്കും. ഒലിവെണ്ണ. ഈ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം സാധാരണ നമ്മൾ ഒലിവ് തൈ നടുന്നത് മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ അല്ലെങ്കിൽ മണ്ണിലാണ് നമ്മൾ തൈ നടുന്നത്. ഈ മേശയ്ക്ക് ചുറ്റും തൈ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിനെപ്പറ്റി വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് എങ്ങനെയാണ്? ഈ ഒലിവ് ഇല എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, പണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനൊക്കെ മുമ്പ് BC കാലഘട്ടത്തിൽ പോലും രാജാക്കന്മാരൊക്കെ തലയിൽ ചുറ്റിയിരുന്നത് ഈ ഒലിവല കൊണ്ടുള്ള ഒരു റിങ്ങാണ്. അത് നമുക്ക് ഈ ജൂലിയസ് സീസറിന്റെ ഒക്കെ പഴയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒളിമ്പിക്സിൽ പോലും 1ാം സമ്മാനം കിട്ടുന്നവരുടെ തലയിൽ ഈ ഒലിവിന്റെ ക്രൗൺ വെച്ച് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഒലിവ് എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒലിവിന്റെ ചെറിയ ചെറിയ തൈകൾ മുറിച്ചുകൊണ്ട് ഈ തീന്മേശയെ അലങ്കരിക്കുന്ന ഒരു രീതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ വീടിന്റെ മേശയ്ക്ക് ചുറ്റും ആ മേശയെ വീടിനെ അലങ്കരിക്കുന്ന ഒലിവ് തൈകൾ പോലെയാണോ നമ്മുടെ മക്കൾ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. നമുക്കറിയാം, ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 50% ആളുകളും 25 വയസ്സിൽ താഴെയുള്ളവരാണ്. എന്നിട്ടും നമ്മൾ ഇതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മീറ്റിങ്ങോ കൂടുമ്പോൾ അതിൽ എത്ര പേരുണ്ട് ഞാനീ പറഞ്ഞ 25 വയസ്സിൽ താഴെയുള്ളവർ? അപ്പോൾ ഈ 100 പേർ ഒരിടത്ത് കൂടി കഴിഞ്ഞാൽ അതിലൊരു 5 പേര് പോലും, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ കണക്കെടുക്കാം, ഇന്നിപ്പോൾ ഒരു 60 പേര് അല്ലെങ്കിൽ 70 പേരെന്റെ മുമ്പിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് 25 വയസ്സിൽ താഴെയുള്ള എത്ര പേരുടെ കൂടിയിട്ടുണ്ട്? അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ജോലി ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയവർ കാണും, പഠന ആവശ്യങ്ങൾക്കായി നിൽക്കുന്നവർ കാണും, താല്പര്യമില്ലാത്തവർ കാണും. പക്ഷെ എന്തു തന്നെയായാലും അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കൂട്ടായ്മകൾ അനുഗ്രഹമായി തീരുന്നത്. അല്ലാതെ മക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു സമൂഹവും അതിന് ആത്യന്തികമായി നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വരും തലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ തലമുറ എല്ലാം മോശമാണെന്നും പണ്ടുള്ളവരാണ് എന്നെ നല്ലവരെന്നുള്ള അഭിപ്രായമൊന്നും അങ്ങനെ അന്ധമായി എനിക്കുമില്ല. കഴിഞ്ഞ ഒരു ബുക്കിന്റെ ഒരു ആമുഖം ഇങ്ങനെ വായിച്ചു വരികയാണ്. അതിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യുവാക്കളെല്ലാം വളരെ വഷളന്മാരാണ്, അവര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവര് സ്ഥിരം ചെയ്യുന്നത് സന്ധ്യയാകുമ്പോൾ അവർ കവലകളിലേക്ക് ഇറങ്ങും, എന്നിട്ട് വട്ടം കൂടി സംസാരിക്കും. രാത്രിയിൽ വളരെ താമസിച്ചാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു
10-20 വർഷത്തിനുള്ളിൽ എഴുതിയ ഒരു പുസ്തകമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അതിന്റെ തലക്കെട്ട് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സോക്രട്ടീസിന്റെ കാലത്ത് എഴുതിയ ഒരു പുസ്തകമാണ്. സോക്രട്ടീസ് എന്ന് വെച്ചാൽ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്ന് തൊട്ടേ യുവാക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മാതൃഭൂമിയിലും ഇപ്പം 24 ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ടറായിട്ടിരിക്കുന്ന ഹാഷ്മി, അദ്ദേഹത്തിന്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ടായി, ശിലായുഗത്തിൽ പോലും കല്ലുകളിൽ യുവാക്കളുടെ കുറ്റങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലം മുതൽ ഉള്ള ഒരു രീതിയാണിത്. അതുകൊണ്ട് ഞാൻ തലമുറ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു തലമുറ നമ്മുടെ അടുക്കൽ ഇന്ന് ഇല്ലെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. അതിന്റെ കാരണം നമ്മളാണെങ്കിൽ നമ്മൾ തിരുത്തണം, അവരാണെങ്കിൽ അവരെ തിരുത്തണം. അതാരാണ് അതിന് തെറ്റുകാരെങ്കിൽ അവരെ തിരുത്തി കൂടെ കൂടിച്ചേർക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ എങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ പിക്ചർ പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ അപ്പനും ഫലപ്രദമായ മുന്തിരി വഴി പോലെയുള്ള അമ്മയും ഉണ്ടെങ്കിലും മേശയ്ക്ക് ചുറ്റും അലങ്കരിച്ച് നിൽക്കുന്ന ഒലിവ് തൈകൾ ഇല്ലെങ്കിൽ ആ കുടുംബം പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയണം. ഇനി എങ്ങനെ ചേർത്ത് നിർത്താമെന്ന് ചോദിച്ചാൽ പലരും വിചാരിക്കും കൂടുതൽ ഉപദേശിച്ചാൽ അവരങ്ങ് ചേർന്ന് നിർത്തുന്നില്ല. നമ്മളെ ഉപദേശിക്കുമല്ല, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർ നമ്മളോട് ചേർന്ന് നിർത്തിയുള്ളൂ. നമുക്കറിയാം ജീവിതം കൊണ്ട് നാം നേടിയെടുക്കുന്ന ചില അറിവുകൾ ഒരിക്കലും വാക്കുകൾക്കോ ഉപദേശങ്ങൾക്കോ ഉപരിയാവുകയില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എന്തായാലും ഇപ്പം എന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി നിർത്താം. അപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു ഫ്രൂട്ട്, ഒരു പഴത്തിന്റെ പേര് പറയും. ഒരു നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പഴത്തിന്റെ പേര് പറയും. അപ്പോൾ ഞാൻ ആ പേര് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു പഴത്തിന്റെ പടം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കരുത്. മനസ്സിലായി? ഞാനൊരു പേര് പറയും. അപ്പോൾ പറയുമ്പോൾ ഒരിക്കലും ആ പടം അല്ലെങ്കിൽ അതിന്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ? ഇപ്പൊ ഞാൻ പറയാൻ പോവാം. ആപ്പിൾ. ഓക്കെ, ആപ്പിൾ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പിക്ചർ ചിന്തിക്കാത്ത എത്ര പേരുണ്ട്? കൈകൊട്ടി കണ്ടല്ലോ. ആകെ 1-2 പേരുള്ളൂ. അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മള് എത്ര ആത്മാർത്ഥമായി ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞാലും, ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കരുത്, പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ പിക്ചർ വന്നു. അതിന്റെ കാരണം എന്താ? നമ്മൾ ഒരാളോട് എത്ര പ്രാവശ്യം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താലും നമ്മളത് ചെയ്യുന്നത് കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് മാത്രമേ അനുകരിക്കത്തുള്ളൂ. കാരണം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു കുട്ടി അനുകരിക്കുന്നത്, അല്ലാതെ പറഞ്ഞു കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ പറ്റി, ഒലിവ് തൈകളെ പറ്റി, ചുറ്റുമുള്ള വൃക്ഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ അവരെ വല്ലാതെ ഉപദേശിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു കഥയാണ്. നമുക്കറിയാം മലയാള മനോരമ പത്രത്തിന്റെ ഏറ്റവും സെന്ററിലുള്ള പേജിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു കോളം ഉണ്ട്. ഇതുപോലെ ആഴ്ചയിൽ ഒരു 1-2 ദിവസങ്ങളിൽ നല്ല നല്ല കഥകൾ അതിൽ വരും, എഡിറ്റോറിയലിന് തൊട്ട് താഴെ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു രാജാവ് ഒരിക്കൽ വഴിതെറ്റി കാട്ടിലകപ്പെട്ടു. അപ്പോൾ ഒരു ദൂരെ ഒരു കുടിലിൽ വെട്ടം കണ്ടിട്ട് അദ്ദേഹം ആ കുടിലിലേക്ക് പോയ സമയത്ത് കുടിലിന്റെ മുമ്പിൽ കൂട്ടിലൊരു തത്തയുണ്ട്. അപ്പോൾ ഈ കുടിലിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് ഈ തത്ത നമുക്കറിയാം, അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പക്ഷിയാണ് തത്ത. അപ്പോൾ ഈ തത്ത പറയുന്നുണ്ട്, പിടിക്കവനെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി ഇതേതാണ്ട് കൊള്ളക്കാരുടെ സങ്കേതമാണ്. രാജാവ് അകത്ത് കയറാതെ പുറത്ത് ഇറങ്ങി ഓടി. അവസാനം കുറെ കഴിഞ്ഞ് വീണ്ടും ചുറ്റി നടന്നപ്പോൾ മറ്റൊരു കുടിൽ കണ്ടു. അപ്പോൾ അവിടെയും ചെന്നപ്പോൾ ഇതുപോലൊരു കൂട്ടിലൊരു തത്ത കിടപ്പുണ്ട്. അപ്പോൾ ആ തത്ത ഇതുപോലെ സംസാരിക്കുകയാണ്: വന്നാട്ടെ ഇരുന്നാട്ടെ കഴിച്ചാട്ടെ. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് അതിഥികളെയൊക്കെ സൽക്കരിക്കുന്ന ഏതോ ഒരു വീടാണ്. അപ്പോൾ അകത്ത് കയറിയ സമയത്ത് മനസ്സിലായി അത് കുറെ സന്യാസികളുടെ ഒരു സമൂഹമായിരുന്നു. അവർ ചെന്നപ്പോൾ തന്നെ രാജാവിനെ വളരെ കാര്യമായി വിളിച്ചിരുത്തുകയും ഭക്ഷണം നൽകുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് രാജാവ് ഇങ്ങനെ ആദ്യം കണ്ട കഥ പറയുന്നുണ്ട്: ഞാൻ ആദ്യം അറിയാതെ മറ്റൊരു കുടിലിൽ കയറി, അവിടെ ഇങ്ങനെ ഒരു തത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സന്യാസി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആദ്യം ഒരു തത്ത പക്ഷി ഉണ്ടായിരുന്നു, ഒരു അമ്മ പക്ഷി ഉണ്ടായിരുന്നു. 2 മുട്ടയിട്ട് 2 കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് 2 പക്ഷി കുഞ്ഞുങ്ങളായ സമയത്ത് ഒരിക്കലും ഒരു തത്ത കുഞ്ഞിനെ മോഷണം പോയി. കുറെ കൊള്ളക്കാർ കടന്നു വന്ന് അതിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ട ഈ തത്ത ഇപ്പോൾ ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന തത്തയുടെ തന്നെ സഹോദരിയായിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നിട്ട് അത് പറഞ്ഞു തീർത്തതിന് ശേഷം രാജാവ് പറയുകയാണ്, ഒരമ്മയിൽ നിന്ന് 2 മക്കൾ ഉണ്ടായിട്ടും അതിന് 2 സ്വഭാവമായത് എങ്ങനെയാണ്? അപ്പോൾ ഈ സന്യാസി തിരിച്ചു പറയുകയാണ്, വളർത്തുന്നവരുടെ സഞ്ചാരപഥമാണ് വളരുന്നവരുടെ ഭ്രമണപഥം. വളർത്തുന്നവരുടെ സഞ്ചാരപഥമാണ് വളരുന്നവരുടെ ഭ്രമണപഥം. പ്രിയമുള്ളവരെ, 2 കുട്ടികൾ ഒരമ്മയ്ക്കുണ്ടെങ്കിലും ഇത് 2 പേരും 2 സ്വഭാവം കാണിച്ചാലും എന്റെ അപ്പുറവും ഇപ്പുറവും 2 വീടുകളിൽ മാത്തൂര് തന്നെ താമസിക്കുന്ന 2 വീട്ടിലെ കുട്ടികൾ 2 സ്വഭാവം കാണിച്ചാലും മാത്തൂരും ഓമലൂരും തമ്മിൽ 3 കിലോമീറ്റർ ദൂരത്തിൽ 2 ഭവനത്തിലുള്ള 2 കുട്ടികൾ 2 സ്വഭാവം കാണിച്ചാലും ഒക്കെ ഇക്കാര്യം നാം ഓർത്തിരിക്കണം. വളർത്തുന്നവരുടെ സഞ്ചാരപഥമാണ് വളരുന്നവരുടെ ഭ്രമണപഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇത്തരം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞതുപോലെ, നമ്മളാണ് തെറ്റുകാര്യങ്ങൾ, നാം തിരുത്തണം. അവരാണ് തെറ്റുകാര്യങ്ങൾ, അവരെ തിരുത്തി നമ്മൾ തിരികെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത്തരം കൂട്ടായ്മകൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് ചെറിയ ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പാകെ പങ്കുവച്ചത്. 128-ാം സങ്കീർത്തനം ആരോഹണ ഗീതമാണ്. ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് യഹൂദന്മാർ മനസ്സിൽ പാടിക്കൊണ്ട് കയറിയിരുന്ന സങ്കീർത്തനമാണ്. ഇതിൽ പറയുന്ന 3 കാര്യങ്ങൾ: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ പുരുഷൻ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും അനുകമ്പയുമുള്ള ആളായിരിക്കണം. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന പാനീയമാണ് മുന്തിരി. അതുകൊണ്ട് മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനും തന്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹത്തോടെ തന്നെ അടുപ്പിക്കുവാനും ഒരു അമ്മയ്ക്ക് സാധിക്കണം എന്നുള്ളതാണ്. മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. ഒരു മേശയെ അലങ്കരിച്ചുകൊണ്ട് മക്കൾ എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ നമ്മുടെ കുടുംബത്തെ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ മക്കളായിരിക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.